ഹലോ, ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ? ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് ഒക്ടോബർ 2 വിജയദശമിയാണേ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ ആമിക്കുട്ടിയുടെ വിദ്യ അങ്ങോട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ആമിക്കുട്ടിയുടെ വിദ്യാരംഭമാണ്. നമ്മൾ വാഴാലിക്കാവിലാണ് കേട്ടോ എഴുത്തിനിരുത്താൻ വേണ്ടി പോണത്. ഇവിടെ അടുത്ത് കുറേ അമ്പലമുള്ള കാരണം ഏത് അമ്പലത്തിൽ കൊടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു നമ്മുടെ തട്ടകത്തിൽ തന്നെ വാഴാലിക്കാവിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഒരു 7:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയിൽ മുല്ലപ്പൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ ആമിക്കുട്ടി വരുന്നത്. അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ തിരക്കുകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. കാരണം പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ കുറേ കുട്ടികളൊക്കെ. അപ്പോൾ പുസ്തക പൂജയുണ്ട്, വാഹന പൂജ ഉണ്ടായിരുന്നു, അതേപോലെ എഴുത്തിനിരുത്തലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ രാവിലത്തെ വൈബ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ടും സിനിമകളൊക്കെ എടുക്കുന്ന പ്ലേസാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ വാഴാലിക്കാവ്. ഞാനും ഏട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ എഴുത്തിനിരുത്താൻ. ഏട്ടന് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഏട്ടന് ഡ്യൂട്ടിക്ക് കയറണം, അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയിക്കാണ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇപ്പോഴൊക്കെ നിൽക്കുന്നുണ്ട്, ചിരിച്ചും കളിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. തലയിൽ മുല്ലപ്പൂ ചൂടി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണം മൂപ്പത്തിക്ക്. അപ്പോൾ ഭയങ്കര പോസൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എഴുത്തിനിരുത്തണതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും നമുക്കറിയത്തില്ല. കരയോ വാശി പിടിക്കുമോ ഒന്നും അറിയത്തില്ല നമുക്ക്. കാരണം കുറച്ച് ബോധമൊക്കെ വെച്ചുല്ലോ. അപ്പോൾ ഇനി വേറൊരാളുടെ മടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും കണ്ടറിയാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ടോക്കണൊക്കെ എടുത്തു കേട്ടോ, റെസിപ്റ്റൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് നേരം കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ഗമ്മയൊക്കെ കാട്ടിയിട്ട് നിന്നു. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് തൊഴുതിറങ്ങി കേട്ടോ. പായസമൊക്കെ ഉണ്ടായിരുന്നു, പായസമൊന്നും കഴിക്കാൻ നിന്നില്ല. അതേപോലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത്. അതൊന്നും കഴിക്കാൻ നമ്മൾ നിന്നില്ല, കാരണം ഏട്ടന് ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അപ്പോൾ നമ്മൾ വേഗം പരിപാടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരമായി ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണു. കുറേ നേരം ആമിയൊക്കെ ഇരുന്നപ്പോൾ വിശക്കാൻ തുടങ്ങി അവൾക്ക്. അപ്പോൾ അത് അവിടെ ഒരു കൊലപ്പഴം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പഴം ഇരിഞ്ഞ് കഴിച്ചായിരുന്നു അവൾ. അപ്പോൾ നമ്മളിതാ ഇവിടെ വെച്ചിട്ടാണ് ചോറൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആമിക്ക്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ എഴുത്തിനിരുത്തുക. അപ്പോൾ നമ്മളിതാ ഉള്ളിൽ കയറാൻ പോവുകയാണ്. നമ്മളുള്ളിൽ കയറിയതും ഫസ്റ്റ് തന്നെ ആമിക്കുട്ടിക്ക് ഇരിക്കാൻ പറ്റിയിട്ടാ. 2 പേരായിരുന്നു എഴുത്തിനിരുത്താണ്ടായിരുന്നത്. ഒന്ന് ശ്രീലത ടീച്ചറും ഒന്ന് വേറെ ഏതോ ടീച്ചറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ശ്രീലത ടീച്ചർ. ടീച്ചറെ മടിയിരുന്നിട്ടായിരുന്നു ആമിക്കുട്ടിക്ക് ആദ്യാക്ഷരം കുറിച്ചത്. കുറച്ച് നേരം ടീച്ചറെ മടി ഇരുന്നിട്ട് പിന്നെ എൻ്റെ മടിയിലേക്ക് ചാടിയിട്ട് അവൾ പിന്നെ ഹരിശ്രീയൊക്കെ എഴുതി. ആദ്യം പെട്ടെന്ന് ഇരുന്നപ്പോൾ ചെറിയൊരു വാശി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് ടീച്ചറായിട്ട് കമ്പനി ആയപ്പോൾ അതങ്ങ് ശരിയായി. പിന്നെ ടീച്ചർ പിടിക്കണതിനനുസരിച്ച് അവൾ എഴുതാനും ഒക്കെ തുടങ്ങി കേട്ടോ. പറയണമെന്നുണ്ടായിരുന്നില്ല, ടീച്ചർ പറയണതിനനുസരിച്ചിട്ട് അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വാശിയൊന്നും ഇല്ലാണ്ട് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞ ടീച്ചർ. അങ്ങനെ തന്നെ ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര കുട്ടികൾ. ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. കാരണം നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നല്ലേ വലുതാവണത്. ചോറൂണ് കഴിഞ്ഞ് പിറന്നാൾ കഴിഞ്ഞ് ഇപ്പോൾ അത് എഴുത്തിനിരുത്തല്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം സ്കൂളിൽ പോകണം, നഴ്സറിയിൽ പോകണം, പഠിക്കാൻ പോകണം. അയ്യോ, എനിക്ക് വിചാരിച്ചിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ആമി എഴുതിയോ? ആമി നല്ല കുട്ടിയായിട്ട് എഴുതിയോ? പറ എഴുതിയാ? എഴുതിയാ? നല്ല കുട്ടിയായിട്ട് എഴുതിയില്ലേ? വെരി ഗുഡ്. ഇനി ദിവസം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിയുടെ ആദ്യാക്ഷരമൊക്കെ കുറിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണില്ലേ. ടാറ്റാ.